കേരളത്തിലെ പ്രശസ്തമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ മയിലാടുംകുന്ന് ശ്രീ ജ്ഞാന ദണ്ഡായുധപാണി ക്ഷേത്രം. പഴനിക്ക് സമാനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും പൂജാതി കർമ്മങ്ങളും. മയിലാടുംകുന്നിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഭൂപ്രദേശം. ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഭക്തരിൽ അനിർവചനീയമായ അനുഭൂതികൾ നിറയും. സദ്ഗുരു ശരവണബാബയുടെ അനുഗ്രഹ വർഷത്തിൽ ഓരോ ദിവസവും ആയിരങ്ങളാണ് ഈ ശാന്തി തീരം തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മേൽപ്പഴനി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഏറെ പ്രശസ്തമാണ്. പുതിയോട്ടിൽ ഗുരുദേവ ക്ഷേത്രം ഇനി ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ പുതിയോട്ടിൽ ഗുരുദേവ ക്ഷേത്രം പുതിയോട്ടിൽ ഗുരുദേവ ക്ഷേത്രം താഴത്തിൽ കെട്ടിയിട്ടുള്ളത്. ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ഓം ശരവണഭവ. എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രാർത്ഥിച്ച ഫലമാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്താറുള്ളത്. അയ്യപ്പസ്വാമിക്ക് അഷ്ടാഭിഷേകവും സഹസ്രനാമ ലക്ഷാർച്ചനയുമെല്ലാം ഉണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് ഗണപതി ഹോമം, വിശേഷാൽ നെയ്യഭിഷേകം, വേദമന്ത്ര പുഷ്പാഞ്ജലി, മംഗള ആരതി, പ്രസാദ വിതരണം എന്നിവയിൽ പങ്കെടുക്കാനും ജന്മപുണ്യം നേടാനുമായി ഇത്തവണയും അനേകായിരങ്ങളാണ് ഈ പുണ്യഭൂമിയിലെത്തിയത്. മുന്നോട്ട് ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കാനുള്ളതാണ് ഇത്തരം അനുഷ്ഠാനങ്ങളെല്ലാം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള അയ്യപ്പ സർവ ഐശ്വര്യ പൂജയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്ക് കേരളത്തിലെ പ്രസിദ്ധമായ ശുഗപുരം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് മനയ്ക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദീപങ്ങൾ കൊളുത്താനുള്ള സംവിധാനം ആലോചിക്കേണ്ടതുണ്ട്. ചിരാതുകൾ ധാരാളം കത്തിച്ച് കൈമാറി കൊടുത്തു വേഗം എന്ന് നിർബന്ധമാണ്. സ്വാമി ശരണം കലിയുഗവരനായ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്യം നേടുന്നതിൻ്റെ ഭാഗമായി ഈ
പൂജാവിധികൾ ആരംഭിക്കാം. ഇത് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയുടെ ഒരു ലഘുവായ രീതി അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ പുഷ്പാഞ്ജലികളിലേക്ക് കടക്കുന്നത്. ഇരവയുധം ശൃംഗാരസാരോദയം ഓം. ബഹുമാന്യരായ ഭക്തജനങ്ങളെ, പഴയകാലത്ത് കൃഷിയെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ, കൃഷിക്ക് പ്രാധാന്യമുള്ള കാലഘട്ടത്തിൽ, മിഥുനമാസത്തിലും തുലാമാസത്തിലും കൃഷിയെല്ലാം കഴിയുമ്പോൾ മനസ്സിനെയും പ്രത്യേകിച്ച് മനസ്സിനെയും ശരീരത്തെയും മൂക്കിൽ വയ്ക്കാം. നന്നായിട്ട് വലിക്കും. മൂക്കിൽ അടുപ്പിച്ച് വെച്ചോളൂ. എന്തിനെത്ര അകലെ പിടിക്കണം? പുഷ്പമല്ല. അനുഷ്ഠാനമാണ് വൃശ്ചിക മാസത്തോടനുബന്ധിച്ചുള്ള മണ്ഡലക്കാലം. ഈ മണ്ഡലക്കാലത്ത് ശക്തി ആരാധന സ്വാമി ശരണമയ്യപ്പ. കൈകൾ താഴ്ത്താം. അപ്പോൾ ഈ പൂജാവിധി സമർപ്പിതമാവുകയാണ്. ബാക്കി വിജി സ്വാമി പറയും. നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല, നിലത്തേക്ക് ഇടാം. നിലത്തിടാം താഴേക്ക്. അത് ഉപേക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ ഉപയോഗിച്ചത് പിന്നെ പ്രസാദമല്ലല്ലോ, നിർമാല്യമായില്ലേ. നിലത്തിട്ടോളൂ, സംശയിക്കേണ്ട. നിലത്തേക്കിടാം. ബാക്കി നിങ്ങളുടെ മുന്നിലുള്ള ആ പുഷ്പങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള രണ്ട് വിളക്കിൻ്റെ രണ്ട് ഭാഗത്തും അത് നിങ്ങൾ പൂജിച്ചതിൻ്റെ പ്രസാദമാണ്. നിങ്ങൾ തന്നെ സ്വയം പൂജ അർപ്പിച്ച പ്രസാദം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷാർച്ചനയുടെ ഭാഗമായിട്ട് നമ്മളൊരു രജിസ്ട്രേഷൻ നടത്തിയിരുന്നു. അതൊരു ഗ്രൂപ്പായിട്ട് ഇവിടെ വെക്കും. മേൽപ്പഴനിയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരും. ഇവിടെ എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മേൽപ്പഴനി ഇന്നലെ അഷ്ടാഭിഷേകം നടന്നതിന്റെ നെയ്യ് അയ്യപ്പസ്വാമിക്ക് ആടിയ നെയ്യ് പ്രസാദമായിട്ട് ലഭിക്കും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് കഴിക്കാൻ കൊടുക്കുന്നത് ഒരു ഔഷധം പോലെ സ്വീകരിക്കുക. എല്ലാവർക്കും കഴിക്കുന്നതാണ് ഔഷധം. ആരും എഴുതിക്കുന്നത് സേവാക്ക് ശ്രദ്ധിക്കാം. രാമപാലായ നമഃ. ഓം ഗജാധ്യക്ഷായ നമഃ. ഓം ദിഗ്ഗജേനാഭിപൂജിതായ നമഃ. ഓം പരാനന്ദായ നമഃ. ഓം പരാത്പരായ നമഃ. ഓം ബ്രഹ്മിഷ്ഠായ നമഃ. ഓം ജ്ഞാനനിരതായ നമഃ. പ്രിയായ നമഃ. ഓം ഗജഗ്രീവായ നമഃ. ഓം ഗജസ്കന്ധായ നമഃ. ഓം ശരവീരഘ്നായ നമഃ. ഓം ശരച്ചന്ദ്രനിഭാനനായ നമഃ. ഓം ഗുണനിധയേ നമഃ. ഓം ഗോപാലേനാഭിപൂജിതായ നമഃ. ഓം ഗോരക്ഷകായ നമഃ. ഓം ശോകഹന്ത്രേ നമഃ. ഓം ശോഭാക്ഷായ നമഃ.
സൂര്യതൈജസായ നമഃ ഓം സുരാർച്ചിതായ നമഃ ഓം സുരൈർവന്ദ്യായ നമഃ ഓം ശോണാംഗായ നമഃ ഓം ശാൽമ ഓം ശരവണ ഭവ. എല്ലാവർക്കും സന്തോഷമായോ? എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷമായി അല്ലേ? ഇതിനൊക്കെ കാരണം നമ്മുടെ പൂർവികന്മാരാണ്. ശരവണ ബാബ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് സദ്ഗുരു ശരവണ ബാബയുടെ മുഖ്യ ശിഷ്യനും ക്ഷേത്രം ആചാര്യനുമായ വിജീഷ് സ്വാമികൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു.